ഐസിനെടുത്തു ടാറ്റാ. എവിടുക്കാ പോണത് ഐസ് മണിയെ? എവിടുക്ക് എവിടുക്ക്? മുട്ടായി വാങ്ങാനോ? എന്ത് വാങ്ങാനാ പോണത്? മുട്ടായി വാങ്ങാനോ? ആണോ? ആ നിങ്ങള് പറഞ്ഞിട്ട് ഓനക്കറിയത്ര അത്. എന്നാ ഐസ് മണിന്റെ അടുത്തേക്ക് പോര്. ഇങ്ങോട്ട് പോര്. അവിടെ കൊള്ളോ എല്ലാരും കൂടെ? എന്നാ ബിഷുറും ഇങ്ങോട്ട് പോര്. എന്നാ പുട്ടിയോ കൊള്ളോ? ഓക്കെ ആണോ? ഐജോ എങ്ങോട്ടാ പോണത്? ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ മിഠായി വാങ്ങിക്കാൻ വേണ്ടിയിട്ടും പിന്നെ എനിക്ക് കിച്ചണിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം, അതിനും കൂടെ വേണ്ടിയിട്ട് പോയതാ. അപ്പോൾ അതൊക്കെ അടങ്ങിയിട്ടുള്ളൊരു ചെറിയ വീഡിയോ ആണ്, എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഇതാ എനിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങി, അതായത് കിച്ചണിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങി. ഇന്ന് നമ്മുടെ വീട്ടിൽ ചെറിയൊരാഘോഷമുണ്ട് കേട്ടോ. എന്തിനാണെന്ന് വെച്ചാൽ എൻ്റെ താത്താൻ്റെ മോള് ഹെഡ് ഗേൾ ആയിട്ടുണ്ട്, അവരുടെ സ്കൂളിൽ ഹെഡ് ഗേൾ ആയി സെലക്ട് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയ സെലിബ്രേഷൻ, മക്കളെ ഒരു സന്തോഷമാണല്ലോ അല്ലേ, മാഷാ അല്ലാ. അപ്പോൾ അതാ സച്ച് വന്നിട്ട് ഏത് ഫ്ലേവർ കേക്കാണ് വേണ്ടതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ അതാ കേക്കൊക്കെ വാങ്ങിയിട്ട് ഇനി നേരെ മിഠായി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാൻ അവരോട് പറഞ്ഞു ഒരാൾ ഫ്രണ്ടിൽ വന്നിരിക്കുക, പക്ഷേ അവർക്ക് എല്ലാവർക്കും ബാക്കിൽ തന്നെ ഇരിക്കണം. എന്നിട്ട് നല്ല രസമായിരുന്നു കേട്ടോ പോയപ്പോൾ. അവരെ സംസാരം ബാക്കിൽ നല്ല വൈബടിച്ചിരിക്കുകയാണ്. ഞാനതൊക്കെ ഇങ്ങനെ കേട്ടിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. ഈ കസിൻസ് വൈബ് പറയുന്ന വേറൊരു വൈബാണല്ലോ അല്ലേ. അങ്ങനെ അതാ അവർ മിഠായി വാങ്ങിക്കാൻ പോയപ്പോൾ ഞങ്ങൾ കുറച്ച് ആൾക്കാർ വണ്ടിയിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറേ കാര്യങ്ങൾ, അതായത് ഇവരൊക്കെ വലുതായതിന് ശേഷം അവർക്കിത് കാണുമ്പോൾ വല്ലാത്തൊരു ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ, നമുക്കും അതൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ അവരെ ഈ ഒരു പ്രായം പിന്നീട് ഒരിക്കലും തിരിച്ചു കിട്ടൂലല്ലേ. നമുക്ക് ഈ ചെറുപ്പകാലമല്ല കഴിഞ്ഞ കാലം പിന്നെ ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടൂലല്ലോ. അപ്പോൾ ഇതാ ഈ ഒരു വൈബിന് വേണ്ടിയിട്ടാണ് അവരെല്ലാവരും കൂടെ ബാക്ക് സീറ്റിൽ തന്നെ ഇരുന്നത്. ഐജിക്കുട്ടി വരെ ഫ്രണ്ടിൽ വന്നില്ല. അങ്ങനെ ഇതാ മിഠായിയൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോരുക കേട്ടോ. പിന്നെ ഇന്ന് വീട്ടിൽ നല്ല അടിപൊളി ബീഫ് ബിരിയാണി ഒക്കെ, നല്ല ടേസ്റ്റി പായസമൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഫ്രഷ് ആയതിന് ശേഷം നല്ല അടിപൊളി ബിരിയാണിയൊക്കെ കഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കാക്കു കേക്ക് കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് കാക്കു പറഞ്ഞു നാളെ ഏതായാലും എൻ്റെ പിറന്നാളാണ്, അപ്പം ഞാൻ എല്ലാവർക്കും ഈ കേൾക്കുമ്പോൾ തന്നെ അതും കൂടെ കഴിക്കാറിന് കാക്ക എല്ലാവർക്കും കേക്ക് കട്ട് ചെയ്ത് തരുമായിരുന്നു കേട്ടോ. അതിൽ വിഷുവിന് കേക്ക് കൊടുക്കാൻ നിന്നപ്പോൾ വിഷു വേണ്ട പറയണത് എന്താ അറിയോ, ഓൻ അതിലും വലിയ പീസ് വേണം. പക്ഷെ ഓൻ അറിഞ്ഞിരുന്നില്ല ഇതെല്ലാവർക്കും കൂടെ കാക്കുവിൻ്റെ വക കൊടുക്കാനാണെന്നുള്ളത്. അങ്ങനെ കാക്കുവിൻ്റെ പിറന്നാഘോഷം കാക്കു ഇതിൽ തീർത്തു കേട്ടോ. പിന്നെ ഇന്ന് താത്തമാർ ഓല വീട്ടിൽ തന്നെ തിരിച്ചു പോകും കേട്ടോ, ഓല ഭർത്താക്കന്മാരെ വീട്ടിൽ തന്നെ തിരിച്ചു പോകും. നല്ല അടിപൊളി കേക്കൊക്കെ കഴിച്ചു. പിന്നെ മക്കൾ നല്ല കളിയിലായിരുന്നു. നിങ്ങളോടല്ലേ പറഞ്ഞേ?
ബാ നമുക്ക് പുറത്തു കൂടെ നടക്കാം ഇല്ലട്ടോ മണ്ടിക്ക് മണ്ടിക്ക് വാ വേ വാ ഇപ്പപ്പ കുട്ടി ബാബോ വാ 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 ഇങ്ങോട്ട് അങ്ങനെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസം കൂടെ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം. പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് ഹൈമോളും ബിഷറും കാക്കൂനും കൊടുത്തൊരു വാച്ചിൻ്റെ ഗിഫ്റ്റ് വാച്ച് കൊടുത്തതിൻ്റെ ഒരു വീഡിയോയും കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. ഇതുവരെ വീഡിയോ കണ്ട കൂട്ടുകാർക്ക് നന്ദി.